അഭിഭാഷകനെ ക്ഷണിച്ചുകൊള്ളുന്നു. കരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സാജു വെട്ടത്തെട്ട് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുകയും നിർവഹിക്കുന്ന ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പുതുതായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട സാജു വർഗീസ്, സാജു ജോർജ്, അതുപോലെ തന്നെ മുൻ വൈസ് പ്രസിഡന്റ് ബെന്നി മുണ്ടന്നാനം, ഇവിടെ കൂടിയിരിക്കുന്ന പഞ്ചായത്ത് മെമ്പർമാരെ, കരൂർ പഞ്ചായത്തിലെ വിവിധ ഭാഗത്തു നിന്ന് വന്ന നല്ലവരായ നാട്ടുകാരെ, സ്നേഹിതരെ, നമ്മൾ ഇന്ന് കരൂർ പഞ്ചായത്തിന്റെ പുതിയൊരു വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പക്ഷേ ഈ വൈസ് പ്രസിഡന്റ് ആള് മാറുന്നുള്ള ഒരു തുടർച്ച പോലെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നടന്നിരിക്കുന്ന പോലെ തന്നെ ബെന്നി വൈസ് പ്രസിഡന്റ് ആയിരുന്ന തുടങ്ങി വെച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് കമ്മിറ്റി തുടങ്ങി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നല്ലപോലെ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ കരൂർ പഞ്ചായത്തിന്റെ സുസ്ഥിരമായ വികസനത്തിന്റെ പ്രവർത്തിക്കുമെല്ലാം നല്ല നിലയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം എന്ന നിലയിൽ നല്ല നിലയിൽ പ്രവർത്തിക്കാനുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും ലഭിച്ചുകൊണ്ട് അവസാനിക്കും. നമ്മുടെ CPIയുടെ ഏറ്റവും ബഹുമാനപ്പെട്ട കരൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇന്ന് വൈസ് പ്രസിഡന്റായിട്ട് സ്ഥാനമേറ്റെടുത്ത പ്രിയപ്പെട്ട സാജു ജോർജ്, കരൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള ജനപ്രതിനിധികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ഇന്ന് ഇവിടെ ഈ വൈസ് പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സാജു ജോർജ് അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. നമുക്കറിയാം, വളരെ കുറച്ച് മാസങ്ങളെ ഇനി ഈ സ്ഥാനത്തുള്ളൂ എന്നുള്ളത് അതൊരു പോരായ്മയായിട്ട് കരുതേണ്ടതില്ല. നമ്മളൊരു സ്ഥാനത്ത് എത്ര നാൾ ഇരിക്കുന്നു എന്നുള്ളതല്ല, എന്ത് ചെയ്യുന്നു എന്നുള്ളതിന് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം. അതുകൊണ്ട് കൂടുതൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഈ മുമ്പോട്ട് പോകാൻ ഈ ഭരണസമിതിക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുങ്ങിയ ഒരു കാലയളവേ ഉള്ളുവെങ്കിലും പ്രിയപ്പെട്ട സാജു ലഭിച്ച ഒരു വലിയ അംഗീകാരമായി ഞാനിതിനെ കാണുകയാണ്. രണ്ടാമത് തവണയാണ് സാജു പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഏതാണ്ട് 10 വർഷം 9 വർഷം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ സേവനം. വൈകിയാണെങ്കിലും സാജു ലഭിച്ച അംഗീകാരം ഒരു വലിയ നേട്ടമായി ഞാൻ കരുതുന്നു. ഭാവിയിൽ ലഭിക്കാനിരിക്കുന്ന വലിയ അംഗീകാരങ്ങളുടെ ഒരു നാന്ദിയായി ഞാൻ ഇതിനെ കാണുകയാണ്. തീർച്ചയായും ഈ രംഗത്ത് സാജുവിന് എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. നന്ദി. അതിനുപരിയായി ഇത്രയും കാലയളവിനിടയ്ക്ക് ഇഷ്ടംപോലെ പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും ഈ പഞ്ചായത്തിൽ വന്നിട്ടുണ്ട്. അവിടെ പ്രസിഡന്റ് ആയിരുന്നുകൊണ്ട് തന്നെ നമുക്ക് വളരെ കാര്യങ്ങൾ നമ്മുടെ ഭരണസമിതിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പഞ്ചായത്തിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യമായിട്ട് 100% ഫണ്ടുകൾ ചെലവഴിക്കാൻ ആ രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഒത്തു നിന്നുകൊണ്ട് 15 മാർക്ക് കൂടി നിന്നുകൊണ്ട് 100% ഫണ്ടുകൾ ചെലവഴിക്കുവാനും, അതുപോലെ കരൂർ പഞ്ചായത്തില് സംവരണ വിഭാഗത്തിൽ ആദ്യമായി അതുപോലെ തന്നെ ആ സമയങ്ങളിലും അതുപോലെ 1-2 പ്രാവശ്യം കൂടെ വന്നവരെ ഗ്രൂപ്പിൽ കൂടെ ഇങ്ങനെ മെസ്സേജ്, അതൊരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു സന്തോഷത്തിന്റെ ദിവസം തന്നെയാണ്. സാജു മെമ്പർ ഞങ്ങൾ 2010-15 മെമ്പർമാരായിരുന്നു. അതിനുശേഷം വീണ്ടും ഞങ്ങൾക്ക്
ഒന്നിച്ച് ഈ പഞ്ചായത്തിൽ വരുവാനായിട്ട് സാധിച്ചു. ഞങ്ങളുടെ അന്നത്തെ 2010-15 ഭരണം എന്ന് പറയുന്നത് ഒരു കൂട്ടായിട്ട് ഒരു മുടക്കയിൽ നിന്നുകൊണ്ട് സ്റ്റാഫും മെമ്പർമാരും ഒന്നിച്ചൊരുമിച്ച് വളരെ സന്തോഷത്തോടെ നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു. അതുപോലെ ഒരു കാലഘട്ടം വരാനാണ് നമ്മൾ വീണ്ടും ആഗ്രഹിക്കുന്നത്. ഒരു പഞ്ചായത്ത് നല്ല രീതിയിൽ പോകണം എന്നുണ്ടെങ്കിൽ സ്റ്റാഫ് അംഗങ്ങളും മെമ്പർമാരും സ്നേഹത്തോടെയും സഹോദരത്തോടെയും ഒന്നിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. അവിടെ ഭിന്നത സൃഷ്ടിച്ചുകൊണ്ട് ഗ്രൂപ്പ് തിരിഞ്ഞുകൊണ്ട് എവിടെ പ്രവർത്തിച്ചാലും അത് നല്ല രീതിയിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരാകുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഇപ്പോൾ സാജു മെമ്പർ ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്തു. ആ രീതിയിലാണോ എല്ലാവരും പ്രവർത്തിച്ച് കയറി വരുന്നത്? അതുപോലെ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നുണ്ടോ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്കൊരു നേതൃത്വ സ്ഥാനം തന്നിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഓരോരുത്തർക്കും ഉണ്ട്. അവിടെ അതും ഇതും പറഞ്ഞ് ഒരു പൊതുസദസ്സിൽ വിഭിന്നത പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. നല്ല രീതിയിൽ നല്ല പ്രവർത്തനം കാഴ്ചകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയണം. അത് മാത്രമേ എനിക്ക് സമയത്ത് പറയാനുള്ളൂ. സാജു മെമ്പറെ സംബന്ധിച്ച് എനിക്ക് ഒരു ഭിന്നത ഇല്ല. നല്ലൊരു മെമ്പറാണ്. അതുപോലെ ആ ഒരു സ്ഥാനത്തിൽ അർഹതപ്പെട്ടതാണ് എന്ന് ഈ സമയം ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ മനസ്സിയാരാമൻ പ്രസിഡന്റാണ്. ആ പ്രസിഡന്റിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ കുറച്ച് കാലയളവ് ഉണ്ടെങ്കിലും ഒന്നിച്ചു നിന്നുകൊണ്ട് എല്ലാ മെമ്പർമാരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയട്ടെ. സാജു മെമ്പർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ഇതിന്റെ വൈസ് പ്രസിഡന്റായ സാജു മെമ്പറിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഞാൻ സിയാരാമൻ, ഏറ്റവും പ്രിയപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങള്, മറ്റ് ജനപ്രതിനിധികള്, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകള്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സാജു മെമ്പർ വൈസ് പ്രസിഡന്റ് ആവുക എന്നുള്ളത് ഒരു വളരെ നല്ലൊരു നിമിഷമാണ്. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് യഥാർത്ഥമായി ഒരുപാട് സ്നേഹിച്ചതും ആഗ്രഹിച്ചതുമായ ഒരു നിമിഷം തന്നെയാണ്. വളരെ സത്യസന്ധവും നീതിപൂർവവും ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം വേണ്ടത് ജനങ്ങളെ സേവിക്കുക എന്ന ഒരു ഉത്തമ മനസ്സാണ്. കുടക്കശ്ശേരിയെ സംബന്ധിച്ചോളം കുടക്കശ്ശേരിക്കാരുടെ ഒരു നായകനാണ്, ജനനായകനാണ് സാജു ജോർജ് എന്ന നിസ്സംശയം നമുക്ക് പറയാവുന്നതാണ്. വളരെ വളരെ പച്ചയായ ഒരു സാധു മനുഷ്യൻ. അദ്ദേഹത്തെ വളരെ ചുരുക്കി തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. വളരെ നീതിക്കും സത്യത്തിനും വേണ്ടി യഥാസമയം പ്രവർത്തിക്കുന്നതുമാണ് അദ്ദേഹം. അപ്പം നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തില് അദ്ദേഹത്തിന്റെ വിലയേറിയ സംഭാവനകൾ കരൂർ പഞ്ചായത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കുമെന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ജനത്തിനു വേണ്ടി എല്ലാ സഹായങ്ങളും പൊതുസേവനങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊള്ളുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വിപ്ലവ അഭിവാദ്യങ്ങൾ അദ്ദേഹത്തിന് നേർന്നുകൊള്ളുന്നു. മറ്റു കാര്യങ്ങളൊന്നും കൂടുതലായി സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു നല്ല രീതിയിൽ കഴിഞ്ഞ ഒരു 8-9 മാസക്കാലമാണെങ്കിൽ പോലും നല്ല രീതിയിൽ പ്രസിഡന്റുമായി സഹകരിച്ചുകൊണ്ട് ഈ ഭരണസമിതിയുമായി സഹകരിച്ച് മുൻപോട്ട് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് അദ്ദേഹത്തോട് ഒപ്പം ഞാനും പ്രാർത്ഥിക്കുകയാണ്. എങ്കിലും 12 കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു. കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയിലെ 2 വർഷം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും അതിനുശേഷം 2 വർഷം കരൂർ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുവാനും കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവും. അത് വ്യക്തിപരമായി മാത്രമല്ല, കരൂർ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി ജനങ്ങളുടെ താല്പര്യത്തിനൊത്ത് പ്രവർത്തിക്കുവാനും അത് ജനങ്ങളിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുവാനും എല്ലാവിധ പ്രവർത്തനവും ആത്മാർത്ഥമായി നടത്തുവാൻ കഴിഞ്ഞു എന്നുള്ള പൂർണ്ണമായ വിശ്വാസം എനിക്കുള്ളതിലുപരി ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് അതാത് വർഷം ആ പഞ്ചായത്തിലേക്ക് സർക്കാർ അല്ലെങ്കിൽ ഗവൺമെന്റ്, അതാത് ഗവൺമെന്റുകൾ
തരുന്ന ഫണ്ടുകൾ സമയബന്ധിതമായി അത് പഞ്ചായത്തിൽ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ള ഒരു ദൗത്യം ജനങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതാണ് ഒരു ഭരണസമിതി എന്ന് പറയുന്നത്. ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട ആ ഭരണസമിതി പഞ്ചായത്ത് ഭരണം ഏറ്റെടുത്ത് കഴിയുമ്പോൾ ജനങ്ങളോട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, ജനങ്ങളോട് നമുക്കൊരു കടപ്പാടുണ്ട്. ആ കടപ്പാട് നിറവേറ്റുന്നത് കൃത്യമായി സമയബന്ധിതമായി ചെയ്യുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് നമുക്കുള്ള കാഴ്ചപ്പാട്, നമുക്കുള്ള കടപ്പാട്. അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞോ, അത് ജനങ്ങളിലെത്തിക്കാൻ കഴിഞ്ഞോ എന്നുള്ളതാണ് നാം ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ, അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ പഞ്ചായത്തിലേക്ക് ഗവൺമെന്റ് തരുന്ന ഒരു പഞ്ചായത്ത് കമ്മിറ്റിയെ സംബന്ധിച്ച് പഞ്ചായത്തിലേക്ക് തരുന്ന ആ ഫണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് സമയബന്ധിതമായി പ്രയോജനപ്പെടുത്തുവാൻ, അത് ഉപയോഗപ്പെടുത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ ആ ഭരണസമിതി കൊണ്ട് നമുക്ക് ജനങ്ങൾക്ക് പ്രയോജനമില്ല എന്നുള്ളതാണ്. ഒരു കേരള ഗവൺമെന്റ് സർക്കാർ അസംബ്ലി കഴിഞ്ഞാൽ പിന്നെ ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ജില്ലാ പഞ്ചായത്ത് അതിന് മെമ്പറോട് വളരെ വ്യക്തമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നിലപാടുകൾ വ്യക്തമാണ്, എൻ്റെ കാഴ്ചപ്പാടുകൾ പരസ്യമാണ്. അത് നേരിട്ട് പറയുന്നതിനും ബോധ്യപ്പെടുത്തുന്നതിനും എനിക്ക് അനിതരമായ ബുദ്ധിമുട്ടുമില്ല. അതിന് വളരെ ബുദ്ധിമുട്ട് ഞാൻ ഇരുന്ന സമയത്ത് അല്ലെങ്കിൽ മുൻ പഞ്ചായത്ത് ഭരണസമിതി, ആ ഭരണസമിതിയുടെ കാലത്ത് മഞ്ജു പ്രസിഡന്റായിട്ടും സീന കുടക്കച്ചറക്കാരി തന്നെയായ സീന വൈസ് പ്രസിഡന്റും ആയിരിക്കുന്ന ഒരു സമയം. ആ സമയത്താണല്ലോ നമ്മുടെ പഞ്ചായത്തിലെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ആ പ്രവർത്തനത്തെ തകിടം മറിച്ച പ്രശ്നം ഉണ്ടായത് എന്ന് നമുക്കൊക്കെ അറിയാം. എന്താണ് കാരണം? വളരെ വ്യക്തമാണ്. കുടക്കച്ചറ 2 വലൂര് എന്ന് പറയുന്ന കൂവയ്ക്കമല പ്രദേശത്തൊന്നും 3 പാറമടകളാണ് ഈ ഭരണസമിതിയുടെ കാലത്ത് പഞ്ചായത്തിൽ ലൈസൻസ് വാങ്ങി വന്നപ്പോൾ അതിനുണ്ടായ സാഹചര്യം എന്താ? അതിനകത്ത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരായ സാജുവും സീനായുമാണ് കുടക്കച്ചറ എന്ന് പറയുന്ന പ്രദേശം. വലവൂര് എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെയുള്ള 2ാം വാർഡ് മെമ്പർ എന്താണ് ഈ ഭരണസമിതിക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നതെന്ന് ദൈവത്തിന്റെ മുമ്പിലും പൊതുജനത്തിന്റെ മുമ്പിലും സത്യസന്ധമായി വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും ഇവിടെ ഇരിക്കുന്ന മെമ്പർമാർക്കും ഇവിടുത്തെ പൊതുജനങ്ങൾക്കും അതിന്റെ കാര്യങ്ങൾ അറിയാം. പക്ഷെ പൊതുജനത്തിന് മാത്രം ചില വ്യക്തതയില്ല. അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ പഴയ രീതിയിലുള്ള പാറമടകളുടെ സംവിധാനങ്ങൾ, ലൈസൻസുകൾ പഞ്ചായത്തിന് അധികാരമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ധാരണ വെച്ച് പഞ്ചായത്തിന്റെ പേരിലേക്ക് ആരോപണങ്ങൾ മുഴുവൻ കെട്ടിച്ചമച്ചപ്പോൾ അന്നത്തെ പ്രസിഡന്റും അന്നത്തെ വൈസ് പ്രസിഡന്റ് സീനായി, പ്രസിഡന്റ് മഞ്ജുവും, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരിക്കുന്ന ഞാനും ഉൾപ്പെടെ ഇതിനകത്ത് കൃത്രിമം നടത്തി, അഴിമതി നടത്തി, അല്ലെങ്കിൽ ഞങ്ങളും കുറച്ച് മെമ്പർമാരും കൂടെ പണം വാങ്ങിയാണ് ഈ പാറമടയ്ക്ക് ലൈസൻസ് കൊടുത്തത് എന്ന് ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചത് അന്നത്തെ കുടക്കച്ചറത്തെ മെമ്പറും ഇപ്പം വൈസ് പ്രസിഡന്റായ ശ്രീ സാജു ഇരുത്തിക്കൊണ്ട് സത്യസന്ധമായ വർത്തമാനം വലിയ പറയുക. അതല്ലെന്ന് നിഷേധിക്കാൻ പറ്റുമെങ്കിൽ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല. ചാർജ് എടുത്ത സ്ഥിതിക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഞാൻ മാറി, പ്രസിഡന്റ് സ്ഥാനം മഞ്ജു മെമ്പർ മാറി, വൈസ് പ്രസിഡന്റ് സ്ഥാനം സീന മെമ്പർ മാറി. ഇപ്പോൾ നിലവിൽ പാറമടകൾ 3 ഉണ്ട്. ഈ 3 എണ്ണത്തിനും വൈസ് പ്രസിഡന്റ് അധികാരം ഏറ്റതിനു ശേഷം കൈ കിട്ടിയ അധികാരം വെച്ച് ഈ 3 പാറമടയും അങ്ങ് നിരോധിക്കുക, അല്ലെങ്കിൽ അതിന് നിയമപരമായി ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാൻ തൻ്റെ ഇടമുണ്ടെങ്കിൽ ചെയ്യട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. അന്ന് ഞങ്ങൾ പണം വാങ്ങി ഇതുണ്ടാക്കി. ഇപ്പോൾ ഞങ്ങൾ പണം വാങ്ങിയവരെല്ലാം പുറത്തായി. അപ്പോൾ പണം വാങ്ങാതെ സ്വസ്ഥമായിട്ടിരിക്കുന്ന ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ശ്രീ സാജു മെമ്പർ വൈസ് പ്രസിഡന്റ് അധികാരം വെച്ച് ഈ 3 പാറമടകൾ നിരോധിക്കാനുള്ള നടപടി പുതിയ പ്രസിഡന്റുമായി സഹകരിച്ച് നടപ്പിലാക്കണം എന്ന ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും. പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നു. ഒരു മെമ്പറുടെ ഒരു ആശംസ പറഞ്ഞതിനെ കുറിച്ച് ഞാനിപ്പോൾ ഇനി ഏതായാലും ഈ സ്ഥാനങ്ങളിലൊന്നും ഇല്ലാതെ പുറത്തിറങ്ങി ഇറങ്ങുന്ന സ്ഥിതിക്ക് ചില യാഥാർത്ഥ്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ. അതായത് സത്യപ്രതിജ്ഞ ഇപ്പോൾ ഇവിടെ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ആര് ചെയ്താലും, ഏത് മെമ്പർ സത്യപ്രതിജ്ഞ ചെയ്താലും പറയുന്ന കാര്യം സ്വജനപക്ഷപാതം ഉണ്ടാകാൻ പാടില്ല, ഏകാധിപത്യം
ഉണ്ടാകരുത്. സ്വന്തം താല്പര്യം മാത്രം സംരക്ഷിക്കാൻ പാടില്ല. പൊതുജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കണം എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അത് സ്വന്തം ജനത്തിന് വേണ്ടി, സ്വന്തം ആൾക്കാർക്ക് വേണ്ടി നമുക്ക് പൊതുജനത്തിന് കിട്ടേണ്ട കാര്യങ്ങൾ അത് സ്വന്തമാക്കി എടുക്കുക എന്നുള്ളത് തന്നെയാണ് സ്വജനപക്ഷപാതം. ആ സ്വജനപക്ഷപാതം നടപ്പിലാക്കാൻ ചെയ്ത ആള് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുമ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടു പോയത്. അതുപോലെ ജനാധിപത്യമാണ് കൂടുതൽ വേണ്ടത്. ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഏകാധിപത്യം പറ്റില്ല, സ്വജനപക്ഷപാതം പറ്റില്ല, ഇത് രണ്ടും ഒഴിവാക്കണം. അപ്പോൾ ജനാധിപത്യത്തിൽ എല്ലാവരെയും ഒരുപോലെ കാണണം എന്നുള്ള മൂല്യത്തിൽ വരുമ്പോഴാണ് സ്വജനപക്ഷപാതം ഏറ്റുവരുന്നത്. അതുണ്ടാക്കിയത് ആരാന്നും ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ച സമയങ്ങളിൽ എൻ്റെ കാര്യമില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക. പിന്നെ മറ്റ് ചില പ്രക്രിയകൾ, അതായത് ഞാനെന്ന ഭാവവും ഞാനെന്ന അഭിമാനവും എന്ന് പറഞ്ഞാൽ എന്താ, ഞാനാണ് ഇപ്പോൾ ഞാൻ അതുപോലെ കുറിച്ച് പറയുമ്പോൾ ഈ പഞ്ചായത്തിൽ ഈ ഇരിക്കുന്ന കെട്ടിടം, പഞ്ചായത്ത് കെട്ടിടം ഞാൻ 2000 പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ സ്ഥാപിതമായതാ, അല്ലെങ്കിൽ അന്ന് ഞങ്ങൾ പണിതായത്. അന്നിരുന്ന ശ്രീ സജി പഞ്ചകടവൻ പ്രസിഡന്റ്, ഞാൻ പ്രസിഡന്റ്. എൻ്റെ കാലത്ത് പണി കഴിപ്പിച്ചതാണ് ഈ കെട്ടിടം, അന്ന് തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പോഴും ഞാനിവിടെ വന്നിട്ട് പറയുകയാണ്, ഇത് എൻ്റെ കാലത്ത് പണിതാ, ഇത് എൻ്റെ കാലത്ത് പണിതാ, അതുകൊണ്ട് മറ്റാരും ഇതിലേക്ക് കയറി ഇരിക്കരുത്, എനിക്ക് മാത്രമേ ഇതിനകത്തോട്ട് കയറാനുള്ള അവകാശമുള്ളൂ എന്ന് പറയുന്ന ചില പ്രവൃത്തികളുമുണ്ട് ചിലരുടെ. അതെന്താ, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്, എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗത്തിലേക്ക് കടക്കരുത് എന്ന് പറഞ്ഞ വാക്യത്തിന് ആസ്പദമാക്കി ഞാനാണ് എല്ലാം സ്ഥാപിച്ചത്, ഞാനാണ് എല്ലാം കൊണ്ടുവന്നത്, എന്നിലൂടെ അല്ലാതെ വേറൊന്നും ഇവിടെ നടക്കുകയില്ല എന്നുള്ള ചിന്താഗതിയുള്ളവരോടും ഈ ചിന്താഗതി അത് സ്വന്തം സ്വജനപക്ഷമാണ്, സ്വന്തം ഏകാധിപത്യം മാത്രമാണ് എന്ന് പറയുവാനുള്ളത്. അതുകൊണ്ട് ഇവിടെ ഇതുവരെ സഹകരിച്ച ഇപ്പോഴത്തെ പ്രസിഡന്റും ഇതിന് മുൻപിരുന്ന ശ്രീ പ്രസിഡന്റും ശ്രീമതി അദ്ദേഹം ആ പ്രസിഡന്റ് മെമ്പർ ഇന്ന് വന്നിട്ടില്ല, എന്താ കാര്യമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ 4 വർഷക്കാലം ഈ പഞ്ചായത്തിൽ സഹകരിച്ച ഇപ്പോൾ ഇരിക്കുന്ന എല്ലാ മെമ്പർമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഇനി മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ എന്നാലാകുന്ന സഹായം ഈ പഞ്ചായത്തിലെ പൊതുജനങ്ങൾക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി ചെയ്യാൻ ഞാൻ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക. ഒറ്റ വാക്കുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചോളാം. നമ്മൾ ഈ ഭക്ഷണം കഴിക്കാൻ കൊടുക്കുമ്പോൾ എന്താ കൊടുക്കുന്നത്? പല ഐറ്റങ്ങൾ കൊടുക്കാറില്ലേ? എല്ലാം കഴിക്കാവുമ്പോൾ ചായക്കടക്കാരൻ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് പരിപ്പോട തരുന്നുണ്ട്, സുഖിയം തരുന്നുണ്ട്, പിന്നെ ബോണ്ട തരുന്നുണ്ട്, അത് തന്നെ നിസമ മെമ്പർ പറഞ്ഞ ഉഴുന്നോടയും തരുന്നു. പക്ഷെ ഇതിനെല്ലാം പ്രത്യേകതയായി ഉഴുന്നോടയ്ക്ക് മാത്രം ഒരു സാധനമുണ്ട്. എന്താ? ഉഴുന്നോടയ്ക്ക് മാത്രം ഒരു തുളയുണ്ട്, അല്ലേ? അപ്പോൾ ഉഴുന്നോടയ്ക്ക് മാത്രം, ബാക്കിയുള്ളതിനും ആ സാധനം ഒന്നുമില്ല. അപ്പോൾ ഉഴുന്നോട് പറയുകയാണ്, എനിക്ക് ഈ തുളയുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളിൽ ഏകാധിപതിയായിട്ട് അല്ലെങ്കിൽ ഏകനായിട്ട് നിൽക്കുന്നത്, നിങ്ങൾക്കാർക്കും അതില്ലല്ലോ, ഇല്ലേ? അപ്പോൾ ഉഴുന്നോടയുടെ വിചാരം അങ്ങനെയാണ്, ആ തുളയുള്ളത് കൊണ്ടാണ് ഞാൻ ഈ മൊത്തം സമൂഹത്തിൽ മിടുക്കനായിരിക്കുന്നത്, അല്ലാത്തവർക്കൊന്നും അതില്ല എന്നുള്ള ധാരണയുള്ളവർക്കും അതാണ് ഏറ്റവും വലിയ ബലഹീനത എന്ന് ചിന്തിക്കേണ്ട സമയമുണ്ട്. അവർ ചിന്തിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പുതിയതായി ചാർജ് എടുത്ത വൈസ് പ്രസിഡന്റിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.